തിരുവനന്തപുരത്ത് മധ്യവയസ്കനെ മദ്യലഹരിയിൽ യുവാക്കൾ സംഘം ചേർന്ന് ആക്രമിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ വായിച്ചെടുക്കാം. അസഭ്യവാക്കുകൾ വിളിച്ച് ഷർട്ടിന് പിടിച്ച് വലിച്ച് നിലത്തിട്ടു മധ്യവയസ്കനെ ഈ യുവാക്കൾ. മടൽ വെട്ടി തലയ്ക്കും മുതുകിലുമെല്ലാം കലി തീരുന്നതുവരെ അടിച്ചു. ഒഴിഞ്ഞ പറമ്പിൽ മധ്യവയസ്കൻ നേരിട്ടത് ക്രൂര പീഡനമാണ്. തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നതെന്നും സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. കഴക്കൂട്ടം പോലീസാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 3 പ്രതികളെ പിടികൂടിയത്. ഗാന്ധിപുരം സ്വദേശിയായ അഡ്വൻദാസിനെയാണ് യുവാക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. സംഭവത്തിൽ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നിതിൻ, അജിൻ, ഷിജിൻ എന്നിവരാണ് പിടിയിലായതെന്നും കഴക്കൂട്ടം പോലീസ് പറഞ്ഞു. മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് യുവാക്കൾ മർദ്ദിച്ചതെന്ന് അഡ്വൻദാസ് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് ക്രൂരത അരങ്ങേറിയത്. യുവാക്കൾ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് പ്രചരിച്ചത്. തുടർന്ന് അഡ്വൻദാസ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദൃശ്യങ്ങളിലുണ്ടായിരുന്ന യുവാക്കളെ പോലീസ് പൊക്കി. മദ്യപിച്ചുകൊണ്ടിരുന്ന യുവാക്കൾ അഡ്വൻദാസിനോട് പണം ആവശ്യപ്പെട്ടു. പണം ഇല്ലെന്നും തരാൻ കഴിയില്ലെന്നും പറഞ്ഞതോടെ മർദ്ദനം തുടങ്ങി. പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോകളിൽ അതിക്രൂരമായി യുവാക്കൾ അഡ്വൻദാസിനെ മർദ്ദിക്കുന്നത് കാണാം. അടികൊണ്ട് അവശനിലയിലാണ് ഇയാൾ വീട്ടിലെത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഇതിനിടെ ഇയാളുടെ സ്വർണ്ണമാല യുവാക്കൾ അപഹരിച്ചിരുന്നു. സംഭവത്തിൽ ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.